ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്നാൽ രണ്ടാൾക്കും മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന്. ഒരു കൈക്ക് നേരത്തെ ഇട്ട് കൊടുത്തിട്ടാ, മറ്റേ കൈക്ക് ഇപ്പോൾ രാത്രിയാണ് ഇടുന്നത്, തലേ ദിവസം രാത്രി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നല്ല മഴയാണ് ഗൈസ്. രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴ. ഒരാളിവിടെ രാവിലെ തന്നെ എണീച്ചിരുന്ന് മഴ കാണുന്നുണ്ട്. മഴയ്ക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയത്. പത്തിരിയും പയറ് കറിയും. അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് ചായ കുളിച്ച് ഫ്രഷായിട്ട് അംഗനവാടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരാൾ മൈലാഞ്ചി ശ്രദ്ധിച്ച്, എന്നിട്ട് കംപ്ലൈൻ്റാണ് രണ്ടാൾക്കും. കയ്യിൽ ഫുള്ളിട്ട് കൊടുത്തിട്ടില്ല, വിരലെല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് കൊണ്ടുപോയി ഇന്ന് രാത്രി വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പോകുന്ന വഴിയിലുള്ള ഒരു വീടിൻ്റെ മതിൽ റോട്ടിലേക്ക് മറിഞ്ഞെടുക്കുകയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് അവരെ കല്ലൊക്കെ സൈഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്. രണ്ടാളും ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവരെ വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് കറി വെക്കാമെന്ന് വെച്ചാൽ മസാല തേച്ച് വെച്ച് കറി വെക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഈ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് കാണാം കേട്ടോ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിന്ന് തേങ്ങ അരച്ചിട്ട് നമ്മൾ കാസർഗോട്ടുകാർ ചെമ്മീൻ തേങ്ങ അരച്ച് ചാറാക്കും. അത് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നിവിടെ കറണ്ട് ഇല്ല. കറണ്ട് രാവിലെ തന്നെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മസാല കറി പോലെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ വെച്ചപ്പോൾ കുറച്ച് കറി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഇന്നിവിടെ റേഷൻ അരിയുടെ ചോറാട്ട വെച്ചത്. ഇത് കുറച്ചൊന്ന് പണി കൂടുതലുണ്ടായിരുന്നു വീട്ടിൽ. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളിലെ പണി, വീട്ടിൽ മാറാലടിച്ച് വരലും കുറച്ച് പണി കൂടുതലുണ്ടായതുകൊണ്ട് റേഷൻ അരിയായിട്ട് ഞാൻ വെച്ചത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും റേഷൻ അരിയുടെ ചോറാണ് ഇഷ്ടം കൂടുതൽ. പിന്നെ ഞാനും മോനും മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ ഉച്ചയ്ക്ക്. അവർ രണ്ടുപേരും അംഗനവാടിയിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അവരവിടുന്ന് കഴിച്ചോളും, വന്നിട്ട് കഴിക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. ചോറൊക്കെ കഴിച്ചിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് വന്ന്, എന്നിട്ട് എനിക്ക് അക്ഷയയിൽ പോകാനുണ്ടായിരുന്നു. റേഷൻ കാർഡിൻ്റെ കുറച്ച് പണിയുണ്ട്. റേഷൻ കാർഡിന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് പണിയുള്ളതുകൊണ്ട് അക്ഷയയിലേക്ക് പോവാണ്. അങ്ങനെ അക്ഷയയിലെത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കാണ്. കുറേ ആൾക്കാരുണ്ട്, എന്നെക്കാട്ടി മുമ്പ് വന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിലോട്ടാണ് വരുന്നത്. സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിദ്യാനഗറാണ് അക്ഷയ. അപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്ററാണ് ഞങ്ങൾ വീട്ടിലേക്കുള്ളത്. ഇതാണ് ഞാൻ പഠിച്ച മദ്രസക്കുള്ള ഷോപ്പിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ്